മാഷേ, യെസ്, MESന്റെ പ്രസിഡന്റ് ഫസൽ ഗഫൂർ അദ്ദേഹമാണ് നമ്മുടെ നാട്ടിൽ മതേതരത്വം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആള്. അദ്ദേഹത്തിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൊക്കി. കുടുംബസമേതം അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോകാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് പൊക്കിയത്. അപ്പം അതിൽ ഗൗരവമുണ്ട്. മുമ്പ് ED പല സമൻസ് അയച്ചിട്ടും ഹാജരായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ നെടുമ്പാശ്ശേരിയിൽ എത്തി എന്ന് വിവരം കിട്ടിയിട്ട് പിടിച്ചുകൊണ്ട് പോയത്. 200 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചതായിട്ട് കേസുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ MESന്റെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്, ലബ്ബ. ലബ്ബ വഴി പാമ്പാടിയിൽ, കോട്ടയം ജില്ലയിലെ പാമ്പാടിയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് 5 കോടി രൂപ കള്ളപ്പണം വെളുപ്പിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ നേരത്തെ ഈ നടക്കാവ് പോലീസ് സ്റ്റേഷനിലൊരു കേസ് ഉണ്ടായിരുന്നു. അത് നിരവധി പേരിൽ നിന്നൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ച് വഞ്ചിച്ച കേസാണത്. തിരൂരിലെ ഡോക്ടർ അബ്ദുൾ നാസർ ഒരു കേസ് കൊടുത്തിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് നടക്കാവ് പോലീസ് സ്റ്റേഷനിലായിരുന്നു എന്നും. അപ്പോൾ മിനി ബൈപ്പാസിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങാം എന്ന് പറഞ്ഞാണ് വിശ്വസിപ്പിച്ചിരുന്നത്. ഫെയർ ഡീൽ വെൽനസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടോ മറ്റുമാണ് ഈ തട്ടിപ്പ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിതാവ് PK അബ്ദുൾ ഗഫൂർ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ വളരെ മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം MES ഒക്കെ കെട്ടിപ്പടുക്കാനായിട്ട് ഒരുപാട് സംഭാവനയൊക്കെ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്തൊക്കെ വളരെ മാന്യനായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരാളാണ് ഈ ബാപ്പ. അപ്പൊ ഈ ഫസൽ ഗഫൂർ എങ്ങനെ ഇങ്ങനെയായി? അല്ല, ഫസൽ ഗഫൂർ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഫസൽ ഗഫൂറിനെ കുറിച്ചുള്ള എൻ്റെ ഒരു നിരീക്ഷണം, ഒരു പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹത്തിൻ്റെ ഈ അവധാനതയോ അല്ലെങ്കിൽ ചിന്തിച്ചു മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്വഭാവം ഇല്ലാതെ ഔട്ട്സ്പോക്കൺ ആണ്. അപ്പം തോന്നിയത് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പറയുന്നതിൻ്റെ ഒരു കുഴപ്പം അദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ എന്നാൽ പിന്നെ ചാനൽ ചർച്ചയ്ക്ക് പോകാതിരിക്കാം. ഒരുപാട് ഔട്ട്സ്പോക്കൺ ആണ്. തിരുമേനിക്ക് അറിയാമോ എന്ന് ലേലം സിനിമയിൽ MG സോമൻ ചോദിച്ചിട്ടുണ്ട്. ഹൈലി ഔട്ട്സ്പോക്കൺ എന്നുള്ള പ്രയോഗം വേറൊരർത്ഥത്തില്ല. ഒന്ന് അദ്ദേഹത്തിന്റെ പ്രശ്നം ഇതാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പൊതുപ്രഭാഷണങ്ങളായാലും അദ്ദേഹത്തിന്റെ ഈ ചാനൽ ചർച്ചകളായാലും വായിൽ വന്നത് പറയുകയാണ്. ഒരു വാക്ക് മാത്രമല്ല മോദിയോട് അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു വന്ന് അദ്ദേഹം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായ MESനെ, അദ്ദേഹത്തിന്റെ പോളിസി തന്നെ അതാണ്, വിദ്യാഭ്യാസ സ്ഥാപനമായ MESനെ ഒരു സാമൂഹ്യ പ്രസ്ഥാനമാക്കി മാറ്റുക എന്നൊരു അജണ്ടയുണ്ട്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന് സാധിക്കാത്തത്, മുസ്ലിം സമൂഹത്തിന്റെ ഒരു നൂതനമായ പ്രോഗ്രസീവായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ തന്നെ ഒരു വോട്ട് ബാങ്ക് ആക്കി, ഒരു കൾട്ടാക്കി വളർത്തിയെടുക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുപോലും ബോധപൂർവം പ്ലാൻ ചെയ്ത് നടത്താത്തതിന്റെ ഒരു ദോഷം കൂടിയാണ്. അപ്പോൾ മോദിക്കെതിരെ പറയുകയും വേണം, ഹിന്ദുത്വത്തിനെതിരാണ്, മോദിക്കെതിരാണ്, അത് നിലനിർത്തുകയും വേണം. എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു നിലപാട് എടുക്കുമ്പോൾ കമ്മ്യൂണിറ്റിയിൽ സെക്കുലറായ ഒരു സ്റ്റാൻഡ്, കോൺസ്റ്റിറ്റ്യൂഷണലായ ഒരു സ്റ്റാൻഡ്, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രശ്നം, മൈനോറിറ്റി ഇഷ്യൂസ്, അത് എവിടെയാണ് നിൽക്കേണ്ടത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് സ്ഥിര കൺസിസ്റ്റൻസി ഇല്ലായ്മയുണ്ട്. അതാണ് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ കുഴപ്പം. 3, അദ്ദേഹത്തിന്റെ പ്രശ്നം അത് കാലത്തിൻ്റെത് കൂടിയാണ്. ഒരു പക്ഷേ PK അബ്ദുൾ ഗഫൂർ സാറ് കാശുള്ള പണക്കാരിൽ നിന്ന് കാശ് വാങ്ങിച്ച് പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒരു കൃത്യമായ മഹത്തായ പദ്ധതി എന്നുള്ള നിലക്കാണ് MES തുടങ്ങിയത്. കാശുള്ളവരിൽ നിന്ന് ഒരു സോഷ്യലിസ്റ്റ് സംവിധാനമാണത്. ഉള്ളവന്റെ പണം കൊണ്ട് ഇല്ലാത്തവർക്ക് കൂടി പഠിക്കാനുള്ള സംവിധാനം അതാണ് ഉണ്ടായത്. പക്ഷെ അന്നത്തെ MES അല്ല ഇന്നത്തെ MES. അന്നത്തെ MES ആളുകൾക്ക് കഷ്ടിച്ച് അക്ഷരം പഠിക്കാനും ഡിഗ്രി നേടാനും ഒക്കെ ഉള്ള സംവിധാനമായിരുന്നു. ഇന്നിപ്പോൾ പ്രൊഫഷണൽ കോളേജുകളാണ് കൂടുതൽ, എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളുമാണ്. ഇതിൽ രണ്ടിന്റെയും പ്രധാനപ്പെട്ട ഒരു ഘടകം കോഴയാണ്. അതെ, നിയമനത്തിനും കോഴയാണ്, സീറ്റുകൾക്കും കോഴയാണ്. ഈ മാറ്റം എന്ന് പറഞ്ഞാൽ ദരിദ്ര മുസ്ലിങ്ങൾക്കും ദരിദ്രരായ മനുഷ്യർക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഈ ബാപ്പയുടെ പോളിസിയിൽ നിന്ന് കാശുള്ളവൻ പഠിച്ചാൽ മതി, അവരുടെ നിന്ന് കോഴ മേടിക്കും. അതാണ് ഈ 2 സംവിധാനവും മാറിയിട്ടുണ്ട്. രണ്ടാമത്തെ അതുകൊണ്ട് തന്നെ MESന്റെ ആസ്തി ഭീകരമായി വർദ്ധിച്ചിട്ടുണ്ട്. ആസ്തി വർദ്ധിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം പെരിന്തൽമണ്ണയില് രാമസിംഹന്റെ ബംഗ്ലാവ് ഒക്കെ മേടിച്ച് മെഡിക്കൽ കോളേജൊക്കെ ആ സ്ഥലത്താണല്ലോ കോളേജ്. അതെ, ആ സ്ഥലത്താണ് കോളേജ്. അതിന്റെ രേഖയൊക്കെ കറക്റ്റ് ആണോ?
രേഖകളൊക്കെ അന്ന് കുറച്ചു കാലം എന്തോ കേസൊക്കെ നടന്നിരുന്നു. അത് ക്ലിയർ ചെയ്തു തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്നും ഇപ്പോൾ അവിടെ നിലനിൽക്കാൻ സാധ്യതയില്ല. അത് ഇഷ്യൂ അത് വന്നിരുന്നു, ചർച്ച വന്നിരുന്നു. അതിന്റെ പേര് എനിക്ക് തോന്നുന്നു ഈ മലാപ്പറമ്പ് എന്നാണ്. മലാപ്പറമ്പ് അവിടെയാണ് അവിടെയാണത് പഴയ ഗ്രാമസിംഹന്റെ കൊലപാതകം നടന്ന എസ്റ്റേറ്റ് ഒക്കെ ചേർന്ന ഇപ്പോൾ അവരുടെ കയ്യിൽ അതാണ് MESന്റെ. അപ്പോൾ MES മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതില് ആസ്തി കൂടുമ്പോൾ ഇദ്ദേഹത്തിന് അധികാരവും ആസ്തി കൂടുമ്പോൾ ആർത്തി കൂടും എന്ന്. ഒന്ന് ആർത്തി കൂടുന്നു, രണ്ട് അധികാരഭ്രമം കൂടുന്നു. MESനകത്ത് സാറ് ഇപ്പോൾ ഈ പറഞ്ഞ കേസുകളൊക്കെ വരുന്നതിന്റെ പിന്നിൽ ആരാന്ന വിചാരം? MESനകത്തെ അസംതൃപ്തരാണ്. ഇപ്പോൾ ഡോക്ടർ നാസർ കേസ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, വളാഞ്ചേരിയിൽ എനിക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ MESനകത്ത് വലിയ കലാപം ഉണ്ടാക്കിയ ഡോക്ടർ മുജീബ് സാറ്, അദ്ദേഹത്തിന്റെ ബാപ്പയാണ് MES ഉണ്ടാക്കിയ ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള യഥാർത്ഥ പാരമ്പര്യമുള്ള MESകാർ ആത്മാർത്ഥമായി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് സമുദായത്തിലെ പണക്കാരിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് സമുദായത്തിലെ പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം ഒരുക്കിയിരുന്നൊരു സംവിധാനത്തിന് പകരം കാശും ആസ്തിയും കൂടിയപ്പോൾ ഇനി ഒന്നാമത്തെ കാര്യം, ഇനി ആരുടെയും സഹായം വേണ്ട, ഇതിന്റെ കുഴപ്പണം കൊണ്ട് തന്നെ നടത്തിക്കൊണ്ട് പോകാം. ഇനി വെളുപ്പിച്ചു എന്ന് പറയുന്ന സാധനം സ്വാഭാവികമായിട്ട് ഈ കുഴപ്പണമായിരിക്കും, കണക്ക് വെക്കണ്ടേ? അല്ലാതെ പുറത്തുനിന്ന് ഇപ്പോൾ ഇവർക്ക് പണം ഒന്നും വന്നിട്ട് വേണ്ട, ഇവിടുത്തെ പണം തന്നെ എന്താ ആവശ്യത്തിലേറെ ഉണ്ട്. പിന്നെ വേറൊന്നുള്ളത് ഓട്ടോണമസ് ആയി കോളേജുകൾ പലതും ഇവരുടെ കയ്യിലാണ്. MES പമ്പാട് കോളേജ് ഓട്ടോണമസ് കോളേജ് ആകുമ്പോൾ എല്ലാം അവരുടെ കയ്യിലാണ്. അപ്പോൾ അവിടുത്തെ കോഴ്സുകൾക്ക് പോലും വലിയ ഒരു സീറ്റിൽ, ഒരു കോഴ്സിലെ സീറ്റിന് വലിയ കാശാണ് സർ വാങ്ങുന്നത്. ഞാൻ അവിടെ ഒരു ഫുഡ് ടെക്നോളജി ഒക്കെ അവിടെ കോഴ്സ് ഉണ്ട്, അഡ്മിഷൻ നോക്കുമ്പോൾ ലക്ഷങ്ങളാണ് കുഴ വാങ്ങുന്നത്. അഡ്മിഷനാണ് ഈ പറയുന്നത്, ഒരു BSc ഡിഗ്രി കോഴ്സിന്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കുഴ വാങ്ങുമ്പോൾ ആ പണം എവിടെയെങ്കിലുമൊക്കെ വിളിപ്പിച്ചെടുക്കണ്ടേ? അതിനുവേണ്ടി സ്വാഭാവികമായിട്ടും MESലും കോളേജുകളിൽ, പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ വാങ്ങുന്ന ഈ കോഴയെ മൊത്തം ഈ ഫസൽ ഗഫൂറിന്റെ കീശയിലേക്കാണ് പോവുക. കീശയിലേക്ക് പോയില്ലെങ്കിൽ തന്നെ അതിന്റെ നടത്തിപ്പ് ഏതാണ്ട് ഓട്ടോക്രസിയാണ്. MESന്റെ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, അത് ഇത് എന്നൊക്കെ ഭാരവാഹികൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഗഫൂർ സാറിന്റെ കാലത്ത് അതുണ്ടായിരുന്നു, ദീർഘകാലമായിട്ട് അതുണ്ടായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചേർന്ന വലിയ കോർഡിനേഷൻ കമ്മിറ്റിയാണ് നടത്തിക്കൊണ്ടുവന്നത്. അദ്ദേഹം അതിന്റെ ഈ പറഞ്ഞ സാമ്പത്തിക കാര്യങ്ങളിൽ പിരിവ് വേണ്ടി കാശ് കുറവ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നല്ലാതെ ഇടപെടുമായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അന്തിമമായി ഒരാളാണ് ഇതിന്റെ അധികാരി. അത് അധികാരം മുഴുവനും ഫസൽ ഗഫൂർ സാറിലേക്ക് വരികയാണ്. അത് എന്നോട് MESലെ തന്നെ ഒരുപാട് പേര് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ജനാധിപത്യ സ്വഭാവം മുഴുവനായിട്ട് കളഞ്ഞു. ഇത് 2-3 കാര്യങ്ങളാണ്. ഇദ്ദേഹം മോഷ്ടിക്കുന്നു അല്ലെങ്കിൽ വ്യക്തിപരമായി കള്ളത്തരം കാണിക്കുന്നു എന്നതിലേറെ വ്യക്തിപരമായി അധികാര ദുരമൂത്ത് ഒരു ഏകാധിപതിയായി MESൽ മാറുന്നു. അതിന്റെ ഉപോൽപ്പന്നാണ് ഈ കേസുകളൊക്കെ. കേസ് കൊടുക്കുന്നതൊക്കെ MESകാരാ. MES നെടുക പിളർപ്പുണ്ടായി. MES എന്ന് വലിയൊരു വിഭാഗത്തെ പുറത്താക്കി. എന്ന് പറഞ്ഞാൽ ഫസൽ ഗഫൂറിന്റെ പാകിസ്ഥാനാണ് ഇപ്പൊ MES. അങ്ങനെയും പറയാം. പിന്നെ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ പലപ്പോഴും, ഇപ്പോ SDPIക്കാരുടെ ഒരു വേദിയിൽ പോയിട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ഓർമ്മയില്ലേ? SDPIക്കാർ നിങ്ങൾ വേണം ഈ നാട് നന്നാക്കാൻ എന്നൊക്കെ അവരുടെ വേദിയിൽ പോയി ആവേശം കൊണ്ട് പറയും. അപ്പോ അത് SDPI വേദിയിലും പോയിട്ടുണ്ടല്ലോ. വിഖ്യാതമായ ഒരു സെമിനാറുണ്ട് ഹൈദരാബാദിലെങ്ങാണ്ട്, PFIയുടെ വിഖ്യാതമായ സെമിനാറിൽ ഇദ്ദേഹം നടത്തിയ പ്രസംഗം ഇപ്പോഴും ആളുകൾ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. വിഖ്യാതമായ എന്ന് പറയുന്നത് ശരിയായിരിക്കില്ല, പ്രസിദ്ധമായ. അത് പറഞ്ഞോളൂ. നൊട്ടോറിയസ് ആയാലും ഫേമസ് ആയാലും എന്തിട്ടായാലും കുഴപ്പമില്ല. ആ പ്രസംഗം വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തേണ്ടത് അക്ഷരാഭ്യാസം കൊണ്ടാണ്, വിദ്യാഭ്യാസം കൊണ്ടാണ്, ശാസ്ത്രം കൊണ്ടാണ്, ടെക്നോളജി കൊണ്ടാണ്, മെഡിസിൻ കൊണ്ടാണ്, എഞ്ചിനീയറിംഗ് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന, അതിനുള്ള ഉപാധിയാണ് MES എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളിലേക്ക് ഇങ്ങനെ തെറ്റായ രാഷ്ട്രീയ സന്ദേശം. സാധാരണഗതിയിൽ ED രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ചില രേഖകൾ ഉണ്ടാകണമെന്നാണ് എൻ്റെ ധാരണ. ഇൻകം ടാക്സ് തുടങ്ങിയ വേറെ പിടുത്തം വരുമ്പോഴാണ് ED രംഗത്തേക്ക് വരുന്നത്. അപ്പൊ അതില് ആ നടക്കാവ് കേസും ഒക്കെ നോക്കിയിട്ടുണ്ടാവും. പലരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു ആ സൂപ്പർ സ്പെഷ്യാലിറ്റി പരിപാടിയിൽ. അതിന്റെ സാങ്കേതികമായ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ വാർത്ത ഉണ്ടായിരുന്നു, ധാരാളമായിട്ട് വാർത്ത ഉണ്ടായിരുന്നു. MESകാർ ഒരുപാട് പേര് പരസ്യമായി പരാതിപ്പെട്ടിരുന്നു, പത്രസമ്മേളനം നടത്തിയിരുന്നു. MESനകത്തൊരു വലിയ നെടുക പിളരും നമ്മൾ കരുതിയിരുന്നു. പക്ഷെ അധികാരം മുഴുവൻ ഇപ്പുറത്തായതുകൊണ്ട് പതുക്കെ ഓരോരുത്തരെയായി ഇവർ തിരിച്ചു പിടിക്കുകയും കുറച്ച് പേര് സൈലന്റായി പോവുകയാണ് ചെയ്തത്. വലിയൊരു പിളർപ്പിലേക്ക് അത് പോയില്ല. പക്ഷെ അപ്പോഴും ഈ അമർഷം ഉള്ളിലുണ്ടാവുമല്ലോ. അവരൊക്കെ ആയിരിക്കും ഈ കേസായിട്ടും ഒരുപക്ഷെ EDക്ക് ഇൻഫർമേഷനൊക്കെ ആയിട്ട് വരുന്നത്. അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് ഫസൽ ഗഫൂർ എൻ്റെ ഒരു ഭാവി ഇനി അങ്ങോട്ട്
അത്ര സേഫ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പോക്കറ്റിലിട്ട് സ്വന്തം സംഘടനയാക്കി കൊണ്ടു നടക്കുക, അങ്ങനെ ആക്കി തീർത്താണ് അദ്ദേഹം. MES അങ്ങനെ ആയിരുന്നില്ല. എന്റേതുമാണ് എന്നൊക്കെ മലബാറിലുള്ള എല്ലാ MESകാർക്കും തോന്നിയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, എന്തിനും ഫസൽ സാറാണ്. അത് മാത്രമല്ല, ഇദ്ദേഹം ഇവരെയൊക്കെ വലിയ തോതിൽ ഇവരൊന്നും ആദരിച്ച്, പഴയ ആളുകളെന്നുണ്ടല്ലോ ബഹുമാനിച്ച് പെരുമാറുകയില്ല. പരസ്പര ബഹുമാനത്തോടു കൂടി ഒരു സംഘടനാ സംവിധാനം കൊണ്ടു നടക്കുന്ന രീതിയില്ല. അദ്ദേഹത്തെ രാജാവായി വാഴുക, അദ്ദേഹം എപ്പോഴാണോ വന്നിരിക്കുന്നത് അദ്ദേഹം വരുമ്പോൾ കമ്മിറ്റി കൂടുക, അദ്ദേഹം എന്താണോ പറയുന്നത് കേട്ട് ഒപ്പുവെച്ച് പൊയ്ക്കൊള്ളുക. അപ്പൊ ഏകാധിപത്യം വന്നതിന്റെ കൂടി ഒരു ദുരന്തമാണ് ഇപ്പൊ അദ്ദേഹം അനുഭവിക്കുന്നത്. ഫസൽ ഗഫൂറിന് നല്ല നാളുകളല്ല. ഇടുക്കി ഫസൽ ഗഫൂറിനെ നന്നാക്കാൻ പറ്റുമോ? ഇടിക്ക് ഫസൽ ഗഫൂറിനെ നന്നാക്കാൻ പറ്റിയില്ല എന്ന് വരും, പക്ഷെ MESനെ നന്നാക്കാൻ പറ്റിയെന്ന് വരും. കാരണം ഫസൽ ഗഫൂർ ഇപ്പൊ MESന് അനിവാര്യനല്ല. MES ഇപ്പോ ഒരു സ്വയം പര്യാപ്ത സ്ഥാപനമാണ്. യൂണിവേഴ്സിറ്റികളൊക്കെ ഓട്ടോണമസ്, അവരുടെ കോളേജുകളൊക്കെ ഓട്ടോണമസ് ആണ്. നടത്തിക്കൊണ്ടുപോകാനുള്ള ഉപാധികൾ ഇപ്പൊ സ്വീകരിക്കുന്ന ഈ ഉപാധികളിൽ കുറെ കൂടി ധാർമ്മികത ഇപ്പോ ആകാമല്ലോ. ഇപ്പൊ MESന് ഇത്ര സീറ്റെങ്കിലും, നിശ്ചിതമായ സീറ്റെങ്കിലും വരുമാനം കുറഞ്ഞവർക്ക് നീക്കി വെക്കുക, ഫ്രീ സീറ്റുകൾ കൊടുക്കുക, അതൊക്കെ ചെയ്യണ്ടേ? മാത്രമല്ല, നിയമനങ്ങൾ മുഴുവൻ കോഴ വാങ്ങുമ്പോൾ വലിയ അക്കാഡമിക് ക്വാളിറ്റിയുള്ള ആളുകൾ, കേരളത്തിലെ വളരെ പ്രസിദ്ധരായ പലരും MESലെ കോളേജിലെ ജീവനക്കാരാണ്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. പേര് കേട്ട എഴുത്തുകാർ പലരും. കാരണം വെച്ചാൽ അവിടെ ഈ കോഴ എണ്ണി കൊടുത്തിട്ടാണ് ഇവർ ചേരുന്നത്. എന്നിട്ട് ജനാധിപത്യം, ഉയർന്ന വിദ്യാഭ്യാസം എന്നൊക്കെ, മാനവികത, സോഷ്യലിസം ഒക്കെ പറയുകയും ചെയ്യുക. അതൊക്കെ ഭയങ്കര ഗതികേടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. MESന് നന്നാക്കേണ്ടിയിരിക്കുന്നു. അത് ഇടിക്ക് പറ്റുമെങ്കിൽ നല്ലതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഫസൽ ഗഫൂറിനെ നിലക്ക് നിർത്താനെങ്കിലും കഴിഞ്ഞാൽ അദ്ദേഹത്തിന്. ഇപ്പോ ഈ ഇടി പൊക്കിയതോടുകൂടി ഫസൽ ഗഫൂറിന് മോദി വിരുദ്ധത കൂടാനാണ് സാധ്യത. അത് സാധ്യതയുണ്ട്. ഇനിയിപ്പോ അതിന് മാർക്കറ്റ് ഉണ്ടല്ലോ. ഇനി വേറൊന്നുണ്ട്, ഇതിന്റെ വേറൊരു നെഗറ്റീവ് സൈഡ് കൂടി ഓർത്തോളൂ സർ. മോദി ഭരിക്കുന്ന കാലത്ത് ഇടി വന്നിട്ട് എയർപോർട്ടിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തതോടുകൂടി എന്താ സംഭവിക്കുകയെന്ന് അറിയും. മോഡി വിരുദ്ധരൊക്കെ ഇദ്ദേഹത്തിന് അനുയായികളായിട്ടും ഇദ്ദേഹത്തിന് പിന്തുണയും കൂടും. അതാ ഉണ്ടാവുക. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ, സമുദായ വികാരമാക്കി ഇതിനെ മാറ്റും. MES വളരുന്നത് കണ്ടിട്ട് ഹിന്ദുത്വ ഭരണകൂടത്തിന് കലിയിളകിയതാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് പണി കൊടുത്തതാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാലോ. അങ്ങനെ ഒരു സൽപ്പേര് കിട്ടാൻ വേണ്ടി മറ്റേ ഇടിയും ഫസൽ ഗഫൂറും കൂടി ഗൂഢാലോചന നടത്തിപ്പിച്ചുകൊണ്ട് പോയതാണെന്ന് പറയാതിരുന്നാൽ മതി. അത് മാത്രം പറയാതിരുന്നാൽ മതി. പക്ഷെ അങ്ങനെയൊക്കെയാണ് പുതിയ കാലത്തെ ഒരു പൊളിറ്റിക്സ്. എന്തായാലും ഫസൽ ഗഫൂറിന് ഈ അവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ കണ്ടുകൊണ്ടിരുന്ന, പുറത്തുനിന്ന് കണ്ടുകൊണ്ടിരുന്ന നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.